ഇപ്പോൾ പ്രതീക്ഷയുടെ ഈ പുരനഗരിയിലെ പ്രശ്നങ്ങൾ ഏകദേശം രമ്യമായി പരിഹരിക്കപ്പെട്ടു എന്ന് തോന്നിക്കും വിധമുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. അങ്ങനെ തിരുവമ്പാടി ദേവസ്വം രാത്രിപൂരത്തിന് നിന്ന് പിന്മാറി വെടിക്കെട്ടിൽ നിന്ന് നിലപാട് പ്രഖ്യാപിച്ച് തിരുവമ്പാടി ദേവസ്വം അവരുടെ നിലപാടിൽ അനുനയത്തിന് തയ്യാറാകുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു 6 മണിയോടുകൂടി തന്നെ 6 മണിയൊക്കെ ആകും വെടിക്കെട്ടിന് തുടക്കമിടാൻ എന്നൊരു സാധ്യത കൂടി ഞങ്ങളുടെ റിപ്പോർട്ടർ പങ്കുവെക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടേക്ക് മാറ്റിവെക്കാൻ ഒരു സാധ്യത, അല്ലെങ്കിൽ ഉടൻ തന്നെ നടക്കാനുള്ള സാധ്യത. അങ്ങനെ അനിശ്ചിതത്വം, എപ്പോൾ നടക്കുമെന്ന അനിശ്ചിതത്വം അത് അതേപടി തുടരുകയാണ്. പക്ഷെ ഒരു കാര്യം അത് ഉറപ്പാണ്, വെടിക്കെട്ടില്ലാതെ തൃശ്ശൂർ പൂരമില്ല. വെടിക്കെട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പ് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തയായി നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. അങ്ങനെ സമാനതകളില്ലാത്ത രീതിയിൽ, മുമ്പെങ്ങും തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഒരു പ്രതിഷേധം, അത് രാത്രിപൂരത്തിൽ നിന്ന് പിന്മാറ്റം, വെടിക്കെട്ടിൽ നിന്ന് പിന്മാറ്റം, മണിക്കൂറുകൾ നീണ്ട ചർച്ച, ഒടുക്കം അനുനയം. അങ്ങനെ തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രത്താളുകളിലേക്ക് ഒരു പുതിയ അധ്യായം കൂടി, പ്രതിഷേധത്തിന്റെ ഒരു അധ്യായം കൂടി എഴുതി ചേർക്കപ്പെടുകയാണ് ഇത്തവണത്തെ തൃശ്ശൂർ പൂരത്തിൽ. നമ്മൾ രാവിലെ മുതൽ ഓരോ ചടങ്ങുകളും അതിഗംഭീരമായി, തൃശ്ശൂർ പൂരത്തിന്റെ ഓരോ ചടങ്ങുകളും വലിയ ജനപങ്കാളത്തോടുകൂടി അതിഗംഭീരമായി മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ രാത്രിപൂരത്തോടടുത്ത സമയത്താണ് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ പോലീസിന്റെ സുരക്ഷ അത് അതിരുവിടുന്നു, അതല്പം കനത്തു പോകുന്നു എന്ന പ്രതിഷേധം ഉന്നയിക്കപ്പെടുന്നത്. ഈ പൂരനഗരിയിലേക്ക്, ഈ വർണ്ണക്കാഴ്ചയുടെ വിസ്മയം കാണാൻ ഓരോ പൂരപ്രേമിയും ആഗ്രഹിക്കുന്നതാണ്. ഓരോ പൂരപ്രേമിയും ആഗ്രഹിക്കുന്ന കാഴ്ച കാണാൻ പൂരപ്രേമിക്ക് ഈ നഗരിയിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും, അവർക്ക് ഈ നഗരിയിലേക്ക് എത്താനുള്ള എല്ലാ ആക്സസുകളും പോലീസ് തടഞ്ഞു എന്നാരോപിച്ചുകൊണ്ട്, ഈ കാഴ്ചക്കാരെ, കാണികളെ കയറ്റിവിടുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ട് അതൊരു പ്രതിഷേധം, ആ കാണികളുടെ പ്രതിഷേധം തിരുവമ്പാടി ദേവസ്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളില്ല വെടിക്കെട്ടിന്, രാത്രിപൂരത്തിന് പിന്മാറുന്നു എന്ന പ്രഖ്യാപനം നടത്തുന്നു. അങ്ങനെ ഏകദേശം 3 മണിയോട് നടത്തേണ്ട വെടിക്കെട്ട് പരിപാടികൾ അനിശ്ചിതത്വത്തിലേക്കാവുന്നു, അനിശ്ചിതകാലത്തേക്ക് അത് ഇല്ലാതാകുന്നു. തുടർന്ന് ഈ പോലീസും ജില്ലാ കളക്ടറും അടക്കമുള്ളവർ എത്തി ചർച്ച ചെയ്യുന്നു. 1 മണിക്കൂറോളം നീണ്ട ചർച്ച, അതങ്ങനെ പുരോഗമിക്കുന്നതിനിടയിൽ ശുഭകരമായ ചില വാർത്തകൾ ഔദ്യോഗികമല്ലെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ തിരുവമ്പാടി ദേവസ്വം അവർ അനുനയത്തിലേക്ക് എത്തിയിരിക്കുന്നു. വെടിക്കെട്ടിന് ഒരുക്കമാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. നേരത്തെ തിരുവമ്പാടി ദേവസ്വം അവർ ഈ വെടിക്കെട്ടിനില്ല എന്ന് നിലപാട് പ്രഖ്യാപിച്ചപ്പോഴും ഈ ചടങ്ങിന്റെ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് പ്രതിഷേധമുണ്ടെങ്കിലും പാറമേക്കാവ് ദേവസ്വം വെടിക്കെട്ട് നടത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ ഈ തിരുവമ്പാടി ദേവസ്വം കൂടി അനുനയിക്കുമ്പോൾ നമ്മൾ നേരത്തെ കരുതിയതുപോലെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, അങ്ങനെ വളരെ 2 കൂട്ടരും കൂടി, ഈ മേള നടത്തിപ്പുകളിലെ പ്രധാനികളായ തിരുവമ്പാടിയും പാറമേക്കാവ് വിഭാഗവും കൂടി ചേർന്നുള്ള മനോഹരമായ ഒരു വെടിക്കെട്ട് വിസ്മയം ഇത്തവണയും ഉണ്ടാകും, അല്പം വൈകിയെങ്കിലും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പ് വന്നിരിക്കുന്നു. ഏകദേശം സ്വാഭാവികമായും ഈ തിരുവമ്പാടി ദേവസ്വം ഈ വെടിക്കെട്ടിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് തന്നെ ഈ വെടിക്കോപ്പുകൾ നിറക്കില്ലെങ്കിൽ ഈ വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ, അത്തരത്തിൽ അതിൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ അല്പം പിന്നോട്ടടിച്ചിരുന്നു. ഈ ഒരുക്കങ്ങളൊക്കെ വീണ്ടും തുടങ്ങി വർണ്ണവിസ്മയം തീർക്കുന്ന വെടിക്കെട്ടിലേക്ക് കാര്യങ്ങൾ എത്താൻ അല്പം താമസം വരും. താമസിച്ചാലും ചടങ്ങുണ്ടാകുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പ് വന്നിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് പൂരനഗരിൽ ഏറെ വൈകിയും നമുക്ക് ഈ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടിരിക്കുന്ന സൂരജ് സജിയും അശ്വിൻ പാലായുമാണ്. ഇപ്പോൾ സൂരജ് സജി വീണ്ടും ചേരുന്നു. സൂരജ്, ഏറ്റവും ഒടുക്കത്തെ, ഏറ്റവും ലേറ്റസ്റ്റ് വിവരം എന്താണ് സൂരജ്? കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ചില ഉപാധികൾ കളക്ടർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചില നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഇവർക്ക് ചില ഉറപ്പുകളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഉറപ്പുകളിന്മേൽ ഇപ്പോൾ ഈ ദേവസ്വം ചർച്ച നടക്കുകയാണ്. അതായത് ആ കളക്ടർ നൽകിയ നിർദ്ദേശപ്രകാരം, അല്ല കളക്ടർ നൽകിയ ഉറപ്പ് പ്രകാരം ഈ വെടിക്കെട്ട് മുന്നോട്ട് കൊണ്ടുപോകണമോ അല്ലെങ്കിൽ വെടിക്കെട്ട് നടത്തണമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചർച്ച പുരോഗമിക്കുന്നത്. അത്തരത്തിൽ ദേവസ്വം ഭാരവാഹികൾ അടക്കം ചർച്ച നടത്തുന്നതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. ദേവസ്വം ഭാരവാഹികൾ അകത്ത മുറിക്കുള്ളിൽ ചർച്ച നടത്തുന്നു. പുറത്ത് BJP നേതാക്കൾ അടക്കമുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദേവസ്വത്തിന്റെ തന്നെ ഭാരവാഹികൾ അടക്കമുള്ളവർ പുറത്തുണ്ട്. അങ്ങനെ കുറച്ചധികം ആളുകൾ ദേവസ്വം ഓഫീസിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നുണ്ട്. അതായത് ഈ ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ച അത് വളരെ പോസിറ്റീവ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. ഇവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, അതായത് ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയിലടക്കം കളക്ടർ കർശന നടപടി സ്വീകരിക്കാം എന്ന അടക്കമുള്ള ഉറപ്പുകൾ ഇവർക്ക് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിന്മേൽ വെടിക്കെട്ട് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എന്തായാലും ഒരു പോസിറ്റീവായ തീരുമാനം ഈ യോഗത്തിലും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ എന്നാൽ പോലും ചില ഭാഗങ്ങളിൽ നിന്ന്, അതായത് ഇവരെ സംബന്ധിച്ച് വളരെ പോലീസ് നടപടിയെ വളരെ വൈകാരിക തലത്തിലാണ് ഈ ദേവസ്വം എടുത്തിട്ടുള്ളത്. ഇന്ന് പ്രത്യേകിച്ച് നടുവിലാലിലുണ്ടായ ലാത്തി ചാർജ്, അതിൽ ഈ
കുത്തുവിളക്ക് എടുക്കുന്ന ആൾക്ക് തന്നെ, അത് തിരുവമ്പാടിയുടെ കുത്തുവിളക്ക് എടുക്കുന്ന ആൾക്ക് തന്നെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം, അതെല്ലാം തന്നെ ഇവരെ സംബന്ധിച്ച് വളരെ വൈകാരിക തലത്തിലാണ് തിരുവമ്പാടി ദേവസ്വം അതിനെ കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഇവർ ഇപ്പോഴും ഈ അനുനയ ചർച്ചകളെല്ലാം നടക്കുമ്പോഴും ഇവർ ഈ ആദ്യമെടുത്ത നിലപാടിൽ നിന്ന്, അതായത് വെടിക്കെട്ട് വേണ്ട എന്ന നിലപാടിൽ നിന്ന് ഇവരെ പിന്മാറ്റാൻ പ്രേരിപ്പിക്കാത്തതിന് കാരണം പോലും അതാണ്. എന്തായാലും ഇന്ന് വെടിക്കെട്ടുണ്ടായേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് വരുന്ന. കളക്ടറുടെ ചർച്ച വളരെ പോസിറ്റീവായിരുന്നു എന്ന് പ്രതികരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു ശ്രമം സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അശ്വിൻ പാലായി കൂടി ചേർന്നു. അശ്വിൻ, ഈ തിരുവമ്പാടി ദേവസ്വം വെടിക്കെട്ടിനില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചപ്പോഴും വെടിക്കെട്ട് നടത്തും എന്ന കാര്യത്തിൽ ഔദ്യോഗികമായി അനൗദ്യോഗികമാണെങ്കിലും ഉറപ്പ് നൽകിയതാണ് പാറമേക്കാവ് ദേവസ്വം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ഉടൻ എന്ന വാർത്ത വരുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ വിശദാംശങ്ങൾ? ഇതിലെന്തായാലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് പാറമേക്കാവ് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാകും. നിലവിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് റോഡിലേക്ക് ഇറങ്ങിയ ആളുകളോട് ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പോകാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്ഷേത്രം ഭാരവാഹികളും അങ്ങനെ തന്നെയാണ് മൈക്ക് വഴി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി റോഡിലേക്ക് എത്തിയിരിക്കുന്നത്, അതായത് ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ട് നടക്കുന്ന പരിസരത്തേക്ക് എത്തിയിരിക്കുന്ന ആളുകളെ നിലവിൽ ബാരിക്കേഡിന് പിന്നിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയായാലുടൻ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളോടെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും തിരുവമ്പാടിയുടെ ചർച്ച പൂർത്തിയാകുന്നതിന് അവസാനമായി പോസിറ്റീവായിട്ടുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലിൽ അതൊരു അനുകൂല തീരുമാനത്തിലേക്ക്, അതായത് തിരുവമ്പാടി ദേവസ്വവും വെടിക്കെട്ട് നടത്തും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകും എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. എന്തായാലും അതിന്റെ ഭാഗമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് പാറമേക്കാവിന്റെ ഈ വെടിക്കെട്ട് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുന്നത്. അവരുടെ ക്രമീകരണങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയായതായിരുന്നു. ഇനിയിപ്പോൾ ഈ ആളുകളെ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അത് പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി നിലവിൽ റോഡിലേക്ക് എത്തിയിട്ടുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. ഒരുപക്ഷെ 4:30 തന്നെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുഹൈൽ, അശ്വിൻ പാല, ഈ സ്വാഭാവികമായ ചടങ്ങിന്റെ ഭാഗമായി ആദ്യം തന്നെ പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് തന്നെയാണോ ഉണ്ടാകാറ്, അല്ലെങ്കിൽ തിരുവമ്പാടിയുടേതായിരുന്നോ? ാണ് ആദ്യം വെടിക്കെട്ട് നടത്തേണ്ടത്. സാമ്പിൾ വെടിക്കെട്ടിലും പാറമേക്കാവിന്റെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ അത് അങ്ങനെ തന്നെ നടക്കുന്നു. കാരണം മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ആ ഒരു ചടങ്ങ് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ചർച്ച അനുകൂലമാകുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനിയൊരു തീരുമാനം അറിയേണ്ടത്. അല്ലാത്ത പക്ഷം അത് സ്വാഭാവികമായി തന്നെ സമയം വൈകിയെങ്കിലും 3 മണിയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ 4:30 ആയിരിക്കുന്നു. എന്തായാലും അധികം വൈകാതെ തന്നെ ഇത് ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അധികം വൈകാതെ ഒരു വെടിക്കെട്ടിലേക്ക് പോകുന്നത് കാണികളെ സംബന്ധിച്ച്, പൂരപ്രേമികളെ സംബന്ധിച്ച് ഇവിടെ നിലവിൽ വൈകാരികമായ വിഷയത്തെ സമീപിച്ച പൂരപ്രേമികൾക്കൊക്കെ ആശ്വാസമുണ്ടാക്കുന്ന ഒരു ഇടപെടൽ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ആദ്യഘട്ടത്തിൽ പോലീസുമായി നടത്തിയ ചർച്ചയിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നു കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ ചർച്ചയ്ക്ക് ശേഷം എന്ത് നടക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അല്പസമയത്തിനുള്ളിൽ ആ ചർച്ച പുരോഗമിക്കും. അതായത് പാറമേക്കാവിന്റെ വെടിക്കെട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ തിരുവമ്പാടിയുടെ ചർച്ച അവസാനിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് തൊട്ടു പിന്നാലെ തന്നെ സ്വാഭാവിക ക്രമീകരണങ്ങൾ മാത്രമാകും ഉണ്ടാവുക. വെടിക്കെട്ട് തുടരാനാണ് തീരുമാനമെങ്കിൽ ഒരു സ്വാഭാവിക ക്രമീകരണത്തിനപ്പുറം ഒരു വെടിക്കെട്ടിലേക്ക് തന്നെ തിരുവമ്പാടിയും നീങ്ങുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ചർച്ചകൾ കൃത്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. കൃത്യമായ ഇടപെടൽ ആദ്യഘട്ടത്തിനേക്കാൾ കൂടുതൽ സർക്കാർ തലത്തിൽ നിന്നുൾപ്പെടെ ഉണ്ടായി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. എന്തായാലും ആ ഒരു വൈകാരികമായ പ്രശ്നത്തെ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് പോകാനാണ് ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നത്. എന്നാലും പാറമേക്കാവിന്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആളുകളെ പൂർണ്ണമായും റോഡിൽ നിന്ന് മാറ്റാൻ അല്പസമയം കൂടി എടുക്കും. അതിനുശേഷം ഉടൻ തന്നെ ഇത് ആരംഭിക്കും. സുഹേൽ, പൂരനഗരി വീണ്ടും ചടങ്ങുകളിലേക്ക് സജീവമാകുന്നു. പ്രതിഷേധമാർത്തിരമ്പിയ പൂരനഗരി വീണ്ടും ആവേശ കാഴ്ചകളിലേക്ക് മടങ്ങുന്നതിന്റെ സുന്ദരമായ ദൃശ്യങ്ങൾ, അതിന്റെ സന്തോഷകരമായ ശുഭകരമായ വാർത്തയാണ് ഒടുക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പാറമേക്കാവ് ദേവസ്വം അവരുടെ വെടിക്കെട്ട് ഉടൻ തന്നെ ആരംഭിക്കും. അതിന് മുന്നോടിയായ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. അങ്ങനെ മാനത്ത് ശബ്ദവർണ്ണ വിസ്മയം തീർക്കുന്ന വെടിക്കെട്ടുകൾക്ക് ഉടൻ തന്നെ തുടക്കമാകും എന്ന് തന്നെയാണ് ശുഭകരമായി വരുന്ന വാർത്ത. സൂരജ്, ഈ 3 മണിക്ക് തുടങ്ങേണ്ട വെടിക്കെട്ട് പാറമേക്കാവ് വിഭാഗത്തിൻ്റെതാണ് ആദ്യത്തെ വെടിക്കെട്ട്. അവർ അല്പം വൈകി 1 മണിക്കൂർ കഴിഞ്ഞ് വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ വെടിക്കെട്ട് ഉണ്ടാകുമെന്നാണ് അശ്വിൻ പാല റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവമ്പാടിയുടെ തീരുമാനം എങ്ങനെയാണ്? ഉപാധികൾ എന്തൊക്കെയാണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ?
നമ്മളിപ്പോൾ മന്ത്രി കെ രാജനുമായി സംസാരിച്ചു. മന്ത്രി സർക്കാർ തലത്തിൽ തന്നെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഈ വിഷയത്തിൽ. അതായത് ഈ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നിർത്തിവെച്ച വിഷയത്തിൽ സർക്കാർ ഇടപെടൽ വന്നിരിക്കുന്നു. മന്ത്രി തന്നെ കെ രാജൻ, ജില്ലയിലെ മന്ത്രി തന്നെ നേരിട്ട് ചർച്ചകൾ നയിച്ചു. ആ ചർച്ചകൾ ഗുണകരമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വെടിക്കെട്ട് നടക്കുന്ന ഈ പൂരപ്പറമ്പിലടക്കം കൂടുതൽ ആളുകളെ, അതായത് ഇവരുടെ ദേവസ്വം ഭാരവാഹികളെ അടക്കം അവിടെ നിന്ന് മാറ്റിയിരുന്നു. അവരെ അടക്കം അവിടെ അനുവദിക്കുന്നതിനുള്ള അടക്കമുള്ള നിയന്ത്രണങ്ങൾ അതെല്ലാം പിൻവലിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ചർച്ചകളിൽ പല ഉപാധികളും പല ആവശ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായി പറഞ്ഞിരുന്ന ഇവിടെ അതായത് ഈ വെടിക്കെട്ട് തൊഴിലാളികൾ മാത്രമല്ല, അവരോടൊപ്പം തന്നെ അവരെ സഹായിക്കുന്നതിനായിട്ട് ഈ ദേവസ്വത്തിന്റെ അടക്കം ആളുകൾ ഉണ്ടാവും. അവരെ എല്ലാവരെയും മാറ്റുന്ന ഒരു സമീപനമായിരുന്നു ഇന്ന് പെസോയും അതുപോലെ തന്നെ പോലീസും എല്ലാം സ്വീകരിച്ചത്. അത്തരം നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്ന നടപടിയിലേക്ക് സർക്കാർ പോയി, അല്ലെങ്കിൽ മന്ത്രി കെ രാജൻ ഇടപെട്ട് നടത്തിയ ചർച്ചകൾ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ അതായത് പൂരപ്പറമ്പിൽ വെടിക്കെട്ട് നടക്കുന്ന പൂരപ്പറമ്പിൽ കൂടുതൽ ദേവസ്വത്തിന്റെ ആളുകളെ അനുവദിക്കാം എന്ന അടക്കമുള്ള ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ലാത്തിചാർജ് ഉണ്ടായ വിഷയം, അതിലടക്കം കർശന നടപടിയുമായി മുന്നോട്ട് പോകാം എന്നൊരു ഉറപ്പടക്കം നൽകിയിട്ടുണ്ട്. എന്തായാലും നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതോടുകൂടി തന്നെ ഈ വെടിക്കെട്ടുമായി തിരുവമ്പാടി സഹകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിയുമായി സംസാരിക്കുമ്പോൾ മന്ത്രി പറയുന്ന. മന്ത്രിയും അതിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് തിരുവമ്പാടി ദേവസ്വമാണ്. പക്ഷേ ഇപ്പോഴും അതിൽ തുടരുന്ന ഒരു അനിശ്ചിതത്വം. ഇനി വെടിക്കെട്ടുമായി സഹകരിച്ചാൽ തന്നെ അത് എപ്പോൾ നടത്തണം എന്നത് സംബന്ധിച്ചും ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തുടങ്ങിയാൽ പോലും 6 മണി 6:15 ആവുന്ന സമയത്ത് മാത്രമാണ് ഈ വെടിക്കെട്ട് നടത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ നടത്തണമോ അത് പുലർച്ചെ നടത്തണമോ എന്ന് സംബന്ധിച്ചുള്ള എല്ലാ ചർച്ചകളും പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മാധ്യമപ്രവർത്തകരുമായി അല്പസമയത്തിനകം തന്നെ ഈ ദിവസം ഭാരവാഹികൾ മാധ്യമപ്രവർത്തകരെ കാണും, മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കും. അതിൽ കൂടുതൽ വ്യക്തത അല്ലെങ്കിൽ അവരുടെ തീരുമാനം എന്താണ് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ഈ ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ മന്ത്രി കെ രാജനുമായി എല്ലാം നടത്തിയ ചർച്ചകൾ, അതായത് ഇവരുടെ എല്ലാം ഇടപെടൽ ഫലം കാണുന്നു. എന്തായാലും തിരുവമ്പാടി ദേവസ്വം ഈ വിഷയത്തിൽ, അതായത് തൃശൂർ പൂരവുമായി സഹകരിക്കില്ല എന്ന നിലപാടിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മിനിറ്റിൽ വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. അതായത് ചടങ്ങുകൾ മാത്രമാക്കി പൂരം നടത്താനായിരുന്നു തിരുവമ്പാടിയുടെ ഇന്ന് 11 മണിയോടുകൂടി തിരുവമ്പാടി തീരുമാനിച്ച. ആ തീരുമാനത്തിൽ നിന്ന് തിരുവമ്പാടി പിന്നാക്കം പോകുന്നു. പകരം പൂരവുമായി സഹകരിക്കാനുള്ള ചർച്ചകൾ അത് പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പൂരവുമായി സഹകരിക്കാനുള്ള ഒരു നിലപാടിലേക്ക് തിരുവമ്പാടി എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിർണായകമായ ദേവസ്വത്തിന്റെ യോഗം അത് പുരോഗമിക്കുകയാണ്. ദേവസ്വം യോഗത്തിൽ മാത്രമായിരിക്കും ഇനി ഈ പൂരം ഈ വെടിക്കെട്ട് എപ്പോൾ നടത്തണം എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ തീരുമാനമെടുക്കുകയുള്ളൂ. എന്തായാലും അതോടൊപ്പം തന്നെ നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിവരം, പാറമേക്കാവിന്റെ വെടിക്കെട്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടാകും. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ, അതായത് ഇപ്പോൾ ഈ വെടിക്കെട്ട് നടക്കുന്ന പ്രദേശത്ത് കുറച്ച് ആളുകളുണ്ട്, അവരെ എല്ലാവരെയും നീക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ അവിടെ നിന്ന് നീക്കിക്കഴിഞ്ഞാൽ, ഈ ആളുകളൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ, അതായത് അരമണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് നടക്കും എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഈ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് എപ്പോൾ നടത്തണം അല്ലെങ്കിൽ എങ്ങനെ നടത്തണം എന്നത് സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. സർക്കാർ നൽകിയ ഉപാധികളുണ്ട്, സർക്കാർ നൽകിയ ഉറപ്പുകളുണ്ട്. പക്ഷേ ആ ഉറപ്പിന്മേൽ വെടിക്കെട്ട് നടത്തുകയാണെങ്കിൽ പോലും അത് ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ, അതായത് 6:15 നടത്തണം. എന്നാൽ മാത്രമാണ് അത് ശബ്ദവർണ്ണ വിസ്മയമാണ്. അതുകൊണ്ട് തന്നെ ഈ നേരം പുലരുന്നതിന് മുൻപ് നടത്തണം. പക്ഷേ ഇത്രയും വൈകിയത് കൊണ്ട് തന്നെ, സമയം ഇത്രയും വൈകിയത് കൊണ്ട് തന്നെ ഇപ്പോൾ 4:20 ആകുന്നു. അതുകൊണ്ട് തന്നെ ഇനി എത്ര സമയത്തിനുള്ളിൽ, അതായത് തുടങ്ങിയാൽ തന്നെ ഇതിന്റെ ഒരു പ്രവർത്തികളെല്ലാം തന്നെ 1.5-2 മണിക്കൂർ നീളുന്ന പ്രവർത്തികളാണ്. അങ്ങനെയെങ്കിൽ ഒരു 6:15 കൂടിയാണ് നടത്താൻ പറ്റുകയുള്ളൂ. 6:15-6:30 വരെ ഇവർ എന്തായാലും വെടിക്കെട്ട് നടത്താനുള്ള ഒരു ശ്രമം നടത്തും. പക്ഷെ അതിലും വൈകും എങ്കിൽ വെടിക്കെട്ട് ചിലപ്പോൾ നാളെ ഉച്ചത്തേക്കൊക്കെ മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യവും സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ദേവസ്വം ഭാരവാഹികളുമായി സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് എങ്ങനെ വേണം, എത്തരത്തിലായിരിക്കണം എന്ന സംബന്ധിച്ചെല്ലാമുള്ള ചർച്ചകൾ തുടരുന്നു. നിർണായകമായ തിരുവമ്പാടി ദേവസ്വത്തിന്റെ യോഗം നടക്കുന്നു. സർക്കാർ നൽകിയ ഉറപ്പുകളുണ്ട്. ആ ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഇവരുടെ ദേവസ്വത്തിന്റെ ചർച്ചകൾ
പുരോഗമിക്കുന്നത്. പക്ഷേ ദേവസ്വത്തെ സംബന്ധിച്ച് ഒരു വൈകാരിക വിഷയമുണ്ട്. കഴിഞ്ഞ തവണ തന്നെ ഈ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശനമായ നിയന്ത്രണം, പ്രത്യേകിച്ച് ഇവർ പറയുന്നത് കമ്മീഷണർക്കെതിരായാണ് ഇവർ ഈ ആരോപണം ഉന്നയിക്കുന്നത്. കമ്മീഷണർ ഭാഗത്തുനിന്ന് കഴിഞ്ഞ വർഷം കർശന നിയന്ത്രണം ഉണ്ടായപ്പോൾ തന്നെ അതിൽ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. ആ സമയത്തും തങ്ങൾ കരുതിയിരുന്ന കമ്മീഷണറുടെ അതായത് കമ്മീഷണർക്ക് ഇതിൽ മുൻപരിചയം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് തങ്ങൾ കരുതിയത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇക്കുറി പൂരം തുടങ്ങുന്ന സമയത്ത് തന്നെ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചിരുന്നു. നിയന്ത്രണങ്ങൾ കർശനമാക്കരുത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. പക്ഷേ ആ നിയന്ത്രണങ്ങൾ കർശനമാക്കി എന്ന് ഉള്ളത് മാത്രമല്ല, രാത്രി 11 മണിയോടുകൂടി മുഴുവൻ ഇടങ്ങളിലും, അതായത് നമ്മൾ ഉൾപ്പെടെ ഈ പൂരപ്പറമ്പിലേക്ക് കടക്കുന്നതിന് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എല്ലാ റോഡുകളിലും ബാരിക്കേഡും അതുപോലെ ഇതെല്ലാം വെച്ച് അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്താണ് രാത്രി മടത്തിൽ വരവ് അടക്കം നടക്കുന്നത്. രാത്രി മടത്തിൽ വരവ് നടുവിലാൽ കയറിയതോടുകൂടി തന്നെ തൊട്ടു പിന്നാലെ ഈ ബാരിക്കേഡ് വെച്ച് ഇത് അടയ്ക്കുകയായിരുന്നു. അപ്പോൾ ഈ പൂരം കാണാൻ രാത്രി എത്തിയ ആളുകൾക്കടക്കം അങ്ങോട്ടേക്ക് പ്രവേശിക്കാനായില്ല. ഇത് ആദ്യം നടത്തിയ ചർച്ചകൾ, അത് പൂരം തുടങ്ങുന്നതിന് മുൻപ് നടത്തിയ ചർച്ചകളിൽ അന്ന് ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നത് 2 മണി വരെ, അതായത് 2 മണി വരെയാണ് ഈ ചടങ്ങുകൾ നടക്കുക. 3:30 വെടിക്കെട്ട്. ആ സമയത്തേക്ക് 3:30 വരെയുള്ള സമയത്തേക്ക് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ 1.5 മണിക്കൂർ മുമ്പ് റോഡുകളെല്ലാം അടയ്ക്കും. അതിനുശേഷം ആർക്കും പ്രവേശനം നൽകില്ല. അതോടൊപ്പം തന്നെ ഈ ഗ്രീൻ സോൺ ആയിട്ട് പോലീസ് കണ്ടെത്തിയ മേഖലയുണ്ട്, അതായത് വെടിക്കെട്ട് കാണാൻ പ്രത്യേകമായി തിരിച്ച മേഖലകളുണ്ട്. ആ മേഖലയിൽ നിന്ന് ഈ പൂരത്തിനെത്തിയ ആളുകൾക്കും വെടിക്കെട്ട് കാണാനെത്തുന്ന ആളുകൾക്കും വെടിക്കെട്ട് വീക്ഷിക്കുന്നതിനുള്ള അവസരം നൽകും എന്നൊരു നിർദ്ദേശമായിരുന്നു, ഒരു ധാരണയായിരുന്നു ഈ ദേവസ്വങ്ങളും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും എല്ലാം നടത്തിയ ഒരു ചർച്ചയിൽ ധാരണയായിരുന്നു. പക്ഷേ ആ ധാരണ ലംഘിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. 11 മണിയോടുകൂടി തന്നെ ഈ റോഡുകളെല്ലാം തന്നെ അടച്ചുപൂട്ടി. അതോടുകൂടി തന്നെ ആർക്കും ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാനായില്ല. ദേവസ്വത്തിന്റെ ഭാരവാഹികളടക്കം, തിരുവമ്പാടിയുടെ ദേവസ്വത്തിന്റെ ഭാരവാഹികളടക്കം വീട്ടിലെത്തി. പകൽ മുഴുവൻ പൂരത്തിന്റെ പ്രവൃത്തികളിൽ ഏർപ്പെട്ട ആളുകൾ രാത്രി വീട്ടിലെത്തി കുളിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഇവർക്ക് പോലും ഈ ക്ഷേത്ര പരിസരത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കടുത്ത നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നാലെ വാക്കുതർക്കം, അതോടുകൂടി പോലീസ് അവിടെ ലാത്തി വീശുന്നു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ കുത്തുവിളക്കെടുത്ത ആൾക്ക് പോലും പരിക്കേറ്റു എന്ന ഗുരുതര ആരോപണവുമായി തിരുവമ്പാടി വരുന്നു. തൊട്ടു പിന്നാലെ ഇത് വൈകാരിക വിഷയമാക്കി എടുത്തുകൊണ്ട് നടുവിലാലിലെ പന്തൽ തന്നെ ഇവർ പന്തലിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നു. അതായത് പൂരത്തെ സംബന്ധിച്ച് പൂരത്തിന്റെ ഏറ്റവും വലിയ ഭംഗി, അതായത് ഈ പൂരം കാണാൻ വരുന്നവരെ ആകർഷിക്കുന്നത് ഈ റോഡിന് നടുവിലെ പന്തലുകളാണ്. ആ പന്തലിലെ ലൈറ്റ് ഇവർ അണയ്ക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ആനയെ ഉൾപ്പെടെ പൂരത്തിൽ നിന്ന് പിൻവലിച്ച് ആചാരപൂർവ്വം അടക്കുന്നതിനെ ഒരു ആനയെ കൊണ്ടുവന്ന് വണങ്ങി ഇവർ കോലവുമായി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോയി. അതിനുശേഷമാണ് ഈ വെടിക്കെട്ട് നിർത്തിവെക്കുന്നു, അതായത് വെടിക്കെട്ടുമായി ഞങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് തിരുവമ്പാടി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വെടിക്കെട്ടുമായി തിരുവമ്പാടി പോകില്ല എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി പൂരപ്രേമികൾ ആകെ തന്നെ വളരെ വൈകാരികമായി വിഷയത്തെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസിനാണോ അതോ പൂരപ്രേമികൾക്കാണോ, പൂരം കാണാൻ വരുന്നവർക്ക് വേണ്ടിയാണോ വെടിക്കെട്ട് എന്നുള്ള ചോദ്യമെല്ലാം ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം പോലീസിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇതോടുകൂടി തന്നെയാണ് സർക്കാർ ഇതിനകത്ത് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മന്ത്രി കെ രാജന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. തുടർച്ചയായി നേരത്തെയും വിവാദ സർക്കുലർ ഉൾപ്പെടെ എല്ലാം ഉണ്ടായ സമയത്തെല്ലാം തന്നെ ആ ഘട്ടത്തിൽ ഇടപെട്ടിരുന്ന ആളാണ് മന്ത്രി കെ രാജൻ. ആ സമയത്തെല്ലാം തന്നെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ വിവാദ സർക്കുലറുകൾക്ക് മേലിൽ അത് വലിയ വിഷയങ്ങളിലേക്ക് പോകാതെ തന്നെ അതിന് പ്രശ്നപരിഹാരം കാണാൻ സർക്കാർ തലത്തിൽ തന്നെ ഒരു ശ്രമം ഉണ്ടായി. ഇന്നും അത്തരത്തിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പോലീസിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെടിക്കെട്ട് നടത്തില്ല എന്നൊരു നിലപാടിലേക്ക് തിരുവമ്പാടി എത്തിയ വേളയിൽ തന്നെ മന്ത്രി കെ രാജൻ ഇടപെടുന്നു, ജില്ലാ കളക്ടർ ഇടപെടുന്നു. അങ്ങനെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ശ്രീമൂലസ്ഥാനത്ത് ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിലാണ് ഇപ്പോൾ ചില ഉറപ്പുകൾ ഈ തിരുവമ്പാടി ദേവസ്വത്തിന് നൽകിയിരിക്കുന്നത്. അതിൽ ഈ വെടിക്കെട്ടിന് കൂടുതൽ ആളുകളെ ആ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ഇവരുടേതായ ദേവസ്വത്തിന്റെ അടക്കം ഭാരവാഹികളെ അനുവദിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി പരിശോധിക്കാം. അങ്ങനെ കൂടുതൽ ഉറപ്പുകൾ ഇത് സംബന്ധിച്ച് ദേവസ്വത്തിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സുരേഷ് ഗോപിയും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. സുരേഷ് ഗോപി ഇപ്പോൾ ഇവരുമായി ചർച്ചകൾ നടത്തുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം, നമ്മുടെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്ന് കരുതുന്നു ഞാൻ. സുരേഷ് ഗോപി ഇപ്പോൾ ഈ ദേവസ്വം ഭാരവാഹികളുമായെല്ലാം ചർച്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നത് സുരേഷ് ഗോപി ഇപ്പോൾ ഇവരുമായി ചർച്ച നടത്തുന്നു. തിരുവമ്പാടി ദേവസ്വം ഓഫീസിൽ എത്തിയാണ് ഇപ്പോൾ ഈ സുരേഷ് ഗോപിയും ചർച്ച നടത്തുന്നത്.
എന്തായാലും തിരുവമ്പാടിയെ സംബന്ധിച്ച ഒരു വൈകാരിക വിഷയം അത് ആ വൈകാരിക തലത്തിൽ തന്നെ നിലനിൽക്കുന്നു. പക്ഷേ പൂരത്തിന്റെ വെടിക്കെട്ട് അത് നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് ഒരേ മനസ്സോടുകൂടി എല്ലാവരും പങ്കുവെക്കുന്നത്. ഇപ്പോൾ എന്തായാലും NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി ഇപ്പോൾ ഈ തിരുവമ്പാടിയുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നു. തിരുവമ്പാടിയുടെ ദേവസ്വം ഭാരവാഹികളുമായി സുരേഷ് ഗോപിയും ചർച്ച നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സർക്കാർ ഇടപെട്ടുകൊണ്ട് ചില ധാരണകളും ഉറപ്പുകളും എല്ലാം നൽകിക്കൊണ്ട് ഈ വെടിക്കെട്ട് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഇതിനിടയിൽ ഇപ്പോൾ സുരേഷ് ഗോപി കൂടി തിരുവമ്പാടിയുടെ ദേവസ്വത്തിന്റെ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇപ്പോൾ സുരേഷ് ഗോപി ദേവസ്വം ഭാരവാഹികളുമായി സംസാരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ എന്തായാലും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം, അതായത് ഇപ്പോൾ ഈ വെടിക്കെട്ട് നടത്തുന്നത് സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ വെടിക്കെട്ടുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് തിരുവമ്പാടി എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ തീരുമാനം വൈകും തോറും ആ വെടിക്കെട്ട് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നുള്ളതിൽ ഒരാശങ്ക തുടരുന്നുണ്ട്. കാരണം ഈ പുലർച്ചയോടുകൂടി തന്നെ, അതായത് ഒരു 6 മണി 6:15 കൂടിയൊക്കെ ഈ വെടിക്കെട്ട് നടത്തേണ്ടതാണ്. പക്ഷേ അത് ഇനിയും തീരുമാനം വൈകി കഴിഞ്ഞാൽ അത് നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ വീണ്ടും വെടിക്കെട്ട് നടത്താനുള്ള ഒരു സാഹചര്യമാണ് ഉയരുന്നത്. എന്തായാലും അത് പൂരപ്രേമികളെ സംബന്ധിച്ച് അവർക്ക് ഈ പൂര വെടിക്കെട്ട് കൂടി കണ്ടതിന് ശേഷം ഈ പൂരം കൊടിയിറങ്ങുന്നതിന് ഉപചാരം ചൊല്ലി പിരിയുന്നതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം. അതായത് പക്ഷേ ഇങ്ങനൊരു അനിശ്ചിതത്വം തുടരുന്നത് ഈ പൂരപ്രേമികളെ സംബന്ധിച്ച് വലിയ ആശങ്കക്കിടയാക്കുന്നുണ്ട്. എന്തായാലും ഒരു പോസിറ്റീവായ ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നു. അതിന്മേൽ ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഒരു നല്ല തീരുമാനം, അതായത് പൂരം ശോഭയോടുകൂടി തന്നെ, അതായത് പഴയ ശോഭയോടുകൂടി തന്നെ അവസാനിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നതിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുഹൈൽ. ശരി സൂരജ്, പ്രതീക്ഷയുടെ അനുകൂലതയുടെ ചില വാർത്തകൾ വരുന്നു. അങ്ങനെ പൂരപ്പറമ്പ് വീണ്ടും പൂരച്ചടങ്ങുകളിലേക്ക് സജീവമാകുന്നു. ഈ അകത്തളങ്ങളിൽ അനുനയ ചർച്ചകളും പുരോഗമിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.